ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Ishan N Spices. നമ്മളിന്നൊരു നോൺ വെജ് ലഞ്ചാണ് ചെയ്യാൻ പോണത്. അതും എളുപ്പത്തിൽ ഒരു ബീഫ് റോസ്റ്റും ഒരു നെയ്ച്ചോറും എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരുപാട് ട്രഡീഷണൽ മെത്തേഡുണ്ട്, അതൊന്നും ഫോളോ അപ്പ് ചെയ്യണില്ല. ഇതൊരു ഈസി മെത്തേഡാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ രണ്ട് മുളക് വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ മസാലാസൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിനെ കുക്കറിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വയ്ക്കുമ്പോഴത്തേക്കും വിസിലിൻ്റെ കണക്കല്ല, ആക്ച്വലി അതിൻ്റെ പ്രഷർ റിലീസ് ആവരുത്. അത് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കനാണ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച്, പക്ഷേ നമ്മുടെ അതിൻ്റെ ഈ പ്രഷർ എന്ന് പറയുന്നത് റിലീസ് ആവണ്ട. പക്ഷേ നമ്മൾ ബീഫോ മട്ടനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്പം കൂടെ വേവ് കൂടുതലാണ്. അപ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു 10-15 മിനിറ്റോളം എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, പക്ഷേ ഒരിക്കലും കുക്കറിൻ്റെ വിസിൽ റിലീവ് ആവാത്ത രീതിക്ക് നമ്മളതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ അതേ സമയത്ത് നമ്മളിവിടെ നെയ്ച്ചോറും കൂടെ റെഡിയാക്കുകയാണ്. അതിന് കരുതിയിട്ട് ഇതാ ഒരു പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ നോർമൽ മസാല എല്ലാ സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം, കുരുമുളക്, ഗ്രാമ്പ്, പട്ട, ഏലയ്ക്ക, അങ്ങനെ നമ്മളെ സ്പൈസസ് ലിസ്റ്റിൽ പറഞ്ഞാൽ എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഒരു 5 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാസ്മതി റൈസാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോകരുത്. ജസ്റ്റ് ആ എണ്ണയൊക്കെ ഇങ്ങനെ അതിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊള്ളാൻ അങ്ങനെ മാത്രം ഇട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ആവശ്യാനുസരണം വെള്ളം കൂടെ ആഡ് ചെയ്യാം. വെള്ളം ഒരളവ് എന്ന രീതിക്കൊന്നും അല്ല, നമ്മളിത് വെള്ളം വടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ അവിടെ വിസിലൊക്കെ റിലീവായി. ഇത് പ്രഷർ പുറത്ത് പോയിട്ടല്ല, അവിടെ ഇരുന്ന് തന്നെ വെന്തതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് നമ്മൾ അല്പം പോലും വെള്ളം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് അത്രത്തോളം വെള്ളം ഇതിലുണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പിന്നീട് യൂസ് ചെയ്യാം. ഇപ്പോൾ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രത്തോളം വെള്ളം ഇതിലുള്ളത് യൂസ് ചെയ്യണില്ല. ഇത് അതേ സമയത്ത് നമ്മളുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പോട്ട് ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബീഫ് അത്രത്തോളം നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെയാണ്, വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ചെയ്യണത്. അതിന് റോസ്റ്റ് ചെയ്യാനായിട്ട് 2 സവാള, ഒരു പച്ചമുളക്, ഇതിനെ രണ്ടിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ നന്നായിട്ടൊരു കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം എല്ലാം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് നേരം നിന്ന് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന റെസിപ്പി ആയതുകൊണ്ട് എല്ലാ വെള്ളവും ഇങ്ങനെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണില്ല. അത് നമുക്ക് പിന്നീട് നമുക്ക് വേറെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഗ്രേവി ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എടുക്കുകയാണെങ്കിൽ ആ ഫുൾ എല്ലാ വെള്ളവും തന്നെ നമ്മൾ അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ആയിട്ട് എടുക്കുന്ന കാരണം അതെല്ലാം ആഡ് ചെയ്യണില്ല. ഞാൻ പിന്നെ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി വേഗം വെച്ചപ്പോഴത്തേക്ക് തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറയാനൊന്ന് വിട്ടുപോയി. ഗരം മസാലയും കൂടെ ചേർത്താണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കാണ് ആ ബീഫിൻ്റെ യഥാർത്ഥ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നത്. അല്ല, ഇങ്ങനെ നമുക്കൊരു ഗ്രേവി ആയിട്ട് മതിയെന്നുള്ളവർ ഈ സ്റ്റേജിൽ തന്നെ ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ബീഫ് കൂടെ നന്നായിട്ട് നമ്മൾ വേവിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഒരു ഗ്രേവി പോലെ അങ്ങനെ ആക്കി എടുത്താലും മതി. അതും നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ നന്നായിട്ടൊന്ന് പുരട്ടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്.
ഇതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റാൻ കരുതിയിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറും കൂടെ റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് ഒരു 3 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി കിട്ടുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബാദാം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ വടിച്ച് വെച്ചിട്ടുള്ള ആ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. റൈസിൽ വെള്ളം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം നല്ലത്. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകും. ഇതിങ്ങനെ നമ്മൾ വടിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. അല്പമെങ്കിലും ചൂടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ആ നെയ്യ് ഉരുവാനുള്ള ചൂട് മാത്രം മതി. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ചൂടുണ്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് കുഴഞ്ഞു പോവും, അടി പിടിക്കും. സോ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ബീഫ് കൈയുടനെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് റൈസിന് വേറെ പ്രത്യേകിച്ച് മേക്കിംഗ് ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ നെയ്യ് എല്ലാത്തിലൊന്ന് പുരട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ബീഫും നെയ്ച്ചോറും കൂടെ പെട്ടെന്ന് ഒരു ലഞ്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ബീഫ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അല്പം കൂടെ വറ്റിച്ചെടുത്തൊരു സ്റ്റേജിലാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതിൻ്റെ ഷോട്ട് എടുക്കാൻ മറന്നുപോയി. ഇത് ബാക്കി വന്നിട്ടുള്ള അല്പം ഗ്രേവി എന്ന് പറയണത് നെയ്ച്ചോറിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് കളറിന് എഴുതിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ് ആയുള്ളൂ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ കരുതിയിട്ട്. പെട്ടെന്നൊരു ലഞ്ച് റെഡിയാക്കി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.